ഏവർക്കും സ്നേഹവന്ദനം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് 500 രൂപ നോട്ട് നിരോധിച്ചപ്പോൾ ആ നോട്ടിന്റെ പുറത്തുണ്ടായിരുന്ന ദണ്ഡി യാത്ര നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയും അനുചരന്മാരും, ആ കൂട്ടത്തിൽ മലയാളിയായിരിക്കുന്ന ഒരു ടൈറ്റസ് ജി ഉണ്ടായിരുന്നു. 1887 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു. 1920കളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുകയും പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ അഹിംസ സത്യാഗ്രഹം, അതേപോലെ തന്നെ സ്വദേശി ഖാദി പ്രസ്ഥാനം എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുകയും ചെയ്തു. ടൈറ്റസ് ജി ഖാദി ധരിച്ചു. വിദേശ വസ്ത്രങ്ങളുടെ പബ്ലിക്കായി പോലും ബഹിഷ്കരിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സ്വാതന്ത്ര്യം രാഷ്ട്രീയ വിമോചനം മാത്രമല്ല, സാമ്പത്തികവും സാമൂഹികവുമായ സ്വയം പര്യാപ്തത കൂടെയാണ് എന്നായിരുന്നു. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. 78 പേർ ഗാന്ധിയോടൊപ്പം 390 കിലോമീറ്റർ നടന്ന് ഡൻഡി കടലോരത്ത് എത്തി ഉപ്പ് നിർമ്മിച്ചത് വഴി ബ്രിട്ടീഷ് ഉപ്പ് നിയമം വെല്ലുവിളിച്ചു. ടൈറ്റസ് ജി ആയിരുന്നു ഈ ചരിത്രപരമായ യാത്രയിൽ പങ്കെടുത്ത ഒരു ഇന്ത്യൻ ക്രിസ്ത്യാനി. അദ്ദേഹം ക്രിസ്ത്യാനികൾക്കും ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരത്തിൽ തുല്യ പങ്കുണ്ട് എന്ന് ജീവിച്ചുകൊണ്ട് തെളിയിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മതേതര ഐക്യത്തിന്റെ പ്രതീകമായ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് നമ്മളെ സ്മരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്.